തലച്ചോർ എങ്ങനെ കാണുന്നു? ഇസ്രായേലി ജർമ്മൻ പുതിയ പഠന റിപ്പോർട്ട്. വിഷ്വൽ സിഗ്നലുകളെ മനുഷ്യ മസ്തിഷ്കം എങ്ങനെ കാണുന്നു എന്ന് വെളിപ്പെടുത്തുന്ന പുതിയ ഗവേഷണ റിപ്പോർട്ട് പുറത്ത്. ഹീബ്രു സർവകലാശാലയിലെ ഇസ്രായേലി ഗവേഷകരും ജർമ്മനിയിലെ മ്യൂണിക്കിലെ സഹപ്രവർത്തകരും ചേർന്ന് നടത്തിയ ഗവേഷണ റിപ്പോർട്ട് പുതിയ വെളിച്ചം വീശുന്നു. ബാഹ്യലോകത്തെക്കുറിച്ചുള്ള അർത്ഥവും സ്ഥലപരമായ അവബോധവും നിർമ്മിക്കുന്നതിന് തലച്ചോർ കണ്ണുകളിൽ നിന്നുള്ള വിവരങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് പഠനം വിലയിരുത്തുന്നു. തലച്ചോറിൽ ഒരു പൂർണ്ണമായ ചിത്രം രൂപപ്പെടുന്നതിന് വളരെ മുമ്പുതന്നെ ദർശനം ആരംഭിക്കുന്നുവെന്ന് കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നു. തുടക്കത്തിൽ ഇൻപുട്ടിൽ അസംസ്കൃത ദൃശ്യ ഡാറ്റ അടങ്ങിയിരിക്കുന്നു. തുടർന്ന് അത് പ്രോസസ് ചെയ്ത് ഒരു യോജിച്ചതും അർത്ഥവത്തായതുമായ ഘടനയിലേക്ക് ക്രമീകരിക്കുന്നു. കണ്ണിന്റെ റെറ്റിനയിൽ നിന്നാണ് ഈ പ്രക്രിയ ആരംഭിക്കുന്നത്. അത് പ്രകാശം കണ്ടെത്തി കൂടുതൽ വിശകലനത്തിനായി തലച്ചോറിലേക്ക് കൈമാറുന്ന വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റുന്നു. ന്യൂറോ ട്രാൻസ്മിറ്റർ ഗ്ലൂട്ടോമേറ്റുമായി ബന്ധിപ്പിക്കുമ്പോൾ പ്രകാശം പുറപ്പെടുവിക്കുന്നു. ജനിതകമായി രൂപകൽപ്പന ചെയ്ത പ്രോട്ടീനുകളും ഗവേഷകർ ഉപയോഗിച്ചു. ന്യൂറോണുകൾ എങ്ങനെ ആശയവിനിമയം നടത്തുന്നു എന്ന് തത്സമയം നിരീക്ഷിക്കാൻ ഈ സംയോജിത സമീപനം അവരെ അനുവദിച്ചു. ഒരൊറ്റ ന്യൂറോണിലേക്ക് ഇൻപുട്ട് കണക്ഷനുകൾ മാപ്പ് ചെയ്യുന്നതിൽ അവർ ഒടുവിൽ വിജയിച്ചു. അതിന്റെ സജീവമായ ഉത്തേജന ഇൻപുട്ടുകളുടെ ഏകദേശം 90% തിരിച്ചറിഞ്ഞു. കൂടാതെ ഈ ഇൻപുട്ടുകളിൽ ഏതാണ് തലാമസിൽ നിന്ന് ഉദ്ഭവിച്ചതെന്ന് അവർക്ക് നിർണ്ണയിക്കാൻ കഴിഞ്ഞു. വിഷ്വൽ കോർട്ടെക്സിലെ ന്യൂറോണുകൾ ഓറിയന്റേഷനോട് സംവേദനക്ഷമതയുള്ളവയാണെന്നും തലാമിക് ന്യൂറോണുകളിൽ നിന്ന് ഇൻപുട്ട് സ്വീകരിക്കുന്നുവെന്നും പുതിയ പഠനം കണ്ടെത്തി. പുതിയ റിപ്പോർട്ട് സയൻസ് ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.